ഹായ്, ഞാനെൻ്റെ മുല്ലപ്പൂ തോട്ടത്തിലാണ് നിൽക്കുന്നത്. കുറേ നേരമായിട്ട് ഇന്ന് ഇങ്ങനെ മുല്ലപ്പൂ ഉണ്ട് ഇവിടെ. പക്ഷേ അത് പറിക്കാൻ പറ്റാതെ വെറുതെ ഇങ്ങനെ കുറച്ച് നമ്മുടെ കൂട്ടുകാരൊക്കെ പറിച്ച് കൊണ്ടുപോകുമായിരുന്നു. ഞാൻ വെറുതെ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അവധി ആയതുകൊണ്ട് ഞാനൊന്ന് കുറച്ച് പൂ അങ്ങനെ പറിക്കാം എന്ന് വിചാരിച്ചു. സാധാരണ വൈഫ് കൂടെ വരും, പക്ഷേ പുള്ളിക്കാരി ഇന്ന് പുള്ളിക്കാരുടെ വീട്ടിൽ പോയിരിക്കുന്നുണ്ട്. ഞാനത് വെറുതെ ഇന്ന് ഇവിടെ ഈ പറമ്പിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ അവിടെ വന്നപ്പം എന്നാൽ പിന്നെ കുറച്ച് കുറേ പൂക്കളിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അവിടെ കുറച്ച് പൂക്കൾ പറിച്ചേക്കാം എന്ന് വിചാരിച്ചു. ഈ പൂക്കൾ വിരിഞ്ഞിരിക്കുകയാണ്. ഇത് ഇങ്ങനെ വിരിഞ്ഞ് ഇത് മൊട്ടായിട്ടാണ് നമ്മളിങ്ങനെ പറിച്ച് കെട്ടിയാണല്ലോ നമ്മൾ ഈ കല്യാണത്തിനൊക്കെ ഇതിന് തലയിൽ ചൂടാൻ വേണ്ടിയിട്ടൊക്കെ അവരെ കെട്ടി മാല കെട്ടിയെടുക്കും. അപ്പോൾ ഇതിങ്ങനെ വെറുതെ ഒരു 10,000 മൂട് മുല്ല ചെടികളിങ്ങനെ പറമ്പിലിങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ രസകരമായിട്ട് കൊണ്ട് വലിയ വിളവെടുക്കാമെന്നുള്ള കണക്കൂട്ടലുകളെ കൊണ്ട് നിർത്തിയതാണ്, ഇങ്ങനെ കൃഷി ചെയ്തതാണ്. പക്ഷെ നമ്മൾ സ്ഥിരമായി നോക്കാൻ 1-2 ആളുകളൊക്കെ പിന്നെ ഏറ്റിരുന്നു. പക്ഷേ അവർക്കെല്ലാം അസൗകര്യം വന്നതുകൊണ്ട് അവരങ്ങ് ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ നമുക്ക് സമയമുള്ളപ്പോഴൊക്കെ നമ്മളിങ്ങനെ വരും. എന്താ ഇപ്പോൾ മഴ ചാരി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മഴയാണെങ്കിൽ പിന്നെ ഈ മുല്ലപ്പൂക്കൾ വെയിലും ഉണ്ടാവണം. മഴ വേണം, വളം വേണം, അതോടൊപ്പം വെയിലുണ്ടെങ്കിൽ ഈ മുല്ലപ്പൂക്കൾ നന്നായി നല്ല കളറോടുകൂടി വിരിഞ്ഞ് ഇങ്ങനെ മുട്ടായി നിൽക്കത്തുള്ളൂ. ഇതൊക്കെ ഞാൻ പറിച്ച മുല്ല മുട്ടകളാണ്. ഈ കവറിനകത്ത് നിറയെ മുല്ലമുട്ടകളെയും കുറേ നേരമായിട്ട് പറിച്ച മുല്ലമുട്ടകളാണ്. ഈ മുല്ലമുട്ടുകൾ മാല കെട്ടിയാണ് കമ്പോളത്തിൽ വരുന്നത്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ധാരാളം മുല്ലപ്പൂ തോട്ടങ്ങളിലും അവിടെ നിന്ന് മാലയായിട്ടും കെട്ടിയും അല്ലാതെയും ഒക്കെ മുല്ലപ്പൂ ഇവിടേക്ക് വരും. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ മുല്ലപ്പൂ കൃഷി ചെയ്യുന്നത് ഒരു വലിയ ഒരു പരീക്ഷണമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇന്നലെ മിനിയാന്ന് കൊണ്ട് 550 രൂപയായിരുന്നു. നമ്മളൊക്കെ ഒരു 400 രൂപയോ ഒക്കെ തരും, പക്ഷേ എന്നും കൊണ്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ നാട്ടുകാർക്ക് നല്ല പൂവാണ്. മറ്റേതൊക്കെ ആണെങ്കിൽ രാസപദാർത്ഥങ്ങളൊക്കെ കളറൊക്കെ പെർഫ്യൂമൊക്കെ അടിച്ചിട്ടാണ് പല തരത്തിലുള്ള പൂക്കൾ കൊണ്ടുവരുന്നത്. ഇത് നല്ല 1-ാം ക്ലാസ് പൂക്കൾ കൊണ്ട് കൊടുത്താലും നാട്ടിലെ പൂക്കൾക്ക് ഡിമാൻഡില്ല. ഇപ്പം ഇവിടെ മഴ പെയ്യാൻ തുടങ്ങിയാണ്. ഇതാണല്ലോ ഈ നിരനിൽക്കുന്ന ചുറ്റുപാടുമുള്ള 1000 മുല്ലപ്പൂ ചെടികളിൽ നിന്നാണ് ഞാൻ മുല്ലപ്പൂക്കൾ സ്വീകരിക്കുന്നത്. ഇത് മഴ കഴിഞ്ഞ് എനിക്കിനി ഇവിടെ നിന്ന് പറിക്കത്തക്ക സൗകര്യങ്ങളുമായിട്ടല്ല ഞാൻ വന്നത്. കുടയുണ്ട് കാറിനകത്ത്, പക്ഷെ ഇതെടുത്തുകൊണ്ട് വന്നില്ല. ഇനിയിപ്പം മഴ നനയാണെങ്കിൽ ഒരു പ്രശ്നമാണ്. അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ചാണ് ഒരു മുല്ലപ്പൂ കർഷകൻ കമ്പോളത്തിൽ മുല്ലപ്പൂ കൊണ്ടുവരുന്നത്. ദൈവം ഇതിവിടെ ഇതിനോടിടയ്ക്ക് എനിക്ക് ഈ മാംഗോസ്റ്റിൻ ഇടവിളയുടെ ഇടയിലാണ് ഈ മുല്ലപ്പൂക്കൾ. ഇപ്പോൾ അവിടെ ദൂരെ അടുത്തുള്ള ഞാൻ പ്രസിഡൻ്റായിട്ടുള്ള പള്ളിയിൽ നിന്നും ബാങ്കുലി കേൾക്കുകയാണ്. അതായത് ഞാൻ നിൽക്കുന്നത് ഇവിടെ ചെറിയൊരു ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഷെഡിനാണ് 2 മുറിയിലൊരു ഷെഡ്, പിന്നെ അടുത്തൊരു ചെറിയ വീടുണ്ട് അവിടെ ദൂരെ. അവിടെ കാണുന്ന ആ വീട് ഇതൊക്കെ ഇത് സൗകര്യത്തിനായിട്ടുള്ളതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഇങ്ങനെ ഏതാണ്ടൊരു 1000 ചില്ലാനം മുല്ലപ്പൂക്കളാണുള്ളത്. ഇതിലൊരു ഇലക്ട്രിക് സൗകര്യങ്ങൾ, അതുപോലെ തന്നെ പമ്പിങ് സൗകര്യങ്ങൾ, വേനൽക്കാലത്ത് വെള്ളം അടിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഈ മുല്ലപ്പൂ കൃഷി ഇത്തിരി പ്രതിബന്ധങ്ങൾ നിറഞ്ഞാണ്. അതിൻ്റെ കൂടെ മക്കളെ വളർത്തുന്ന പോലെ
ദിവസവും വന്ന് നിന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ആദായം കിട്ടത്തുള്ളൂ. ഇതാ മഴ ചാറി തുടങ്ങി. ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ബൈ.